ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഓരോ കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയുള്ള ഒരു കേക്കാണിത്. അപ്പൊ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഫ്ലോർ ഒന്ന് അരിച്ചു മാറ്റി വെക്കാം. ഞാനിത് ഇവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഭാഗത്ത് മൈദ കൂടി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഒരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും വാനില എസൻസും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി പതഞ്ഞു വരുന്ന ടൈം ആകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പഞ്ചസാര മുഴുവനായിട്ട് ചേർക്കണ്ട, 2 or 3 തവണയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നല്ല ഹൈ സ്പീഡിൽ തന്നെ എഗ്ഗ് നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എഗ്ഗൊക്കെ നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഓഫ് വൈറ്റ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയിലായാൽ മാത്രമേ നമ്മുടെ ബീറ്റിംഗ് അവസാനിപ്പിക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലോ സ്പീഡിൽ ഒരു 20 സെക്കൻഡ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓയിലൊക്കെ നന്നായി മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലോർ എല്ലാം കൂടി ഒരുമിച്ചിടാതെ 2-3 തവണകളായിട്ടാണ് ഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിത് ആദ്യത്തെ ട്രിപ്പ് ഫ്ലോർ അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ച് വളരെ സാവധാനം പൊങ്ങി വന്ന എഗ്ഗ് ഒന്നും താഴ്ന്നു പോവാതെ നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആദ്യത്തെ ട്രിപ്പ് ഫ്ലോർ നന്നായി മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. പാല് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം ഫ്ലോർ ചേർത്ത് കൊടുത്തു, പിന്നെ പാല്, പിന്നെ ഫ്ലോർ, അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് മിക്സിങ് അവസാനിപ്പിക്കേണ്ടത് ഫ്ലോർ ചേർത്തിട്ടാണ്. ഇനി വീണ്ടും ഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലോറും പാലും എല്ലാം ആൾട്ടർനേറ്റ് ആയി ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഒന്നുകൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ ബൗളിന്റെ അടിയിലെങ്ങാൻ മിക്സ് ആവാത്ത ഫ്ലോർ കിടക്കുന്നുണ്ടെങ്കിൽ അത് നന്നായി മിക്സ് ആയി കിട്ടാനാണ് ലാസ്റ്റ് സ്പാച്ചുല ഉപയോഗിച്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഒക്കെ ഇട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന 8 ഇഞ്ച് ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 160 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ് ആണ് ബേക്ക് ചെയ്തെടുത്തത്. അങ്ങനെ കേക്കൊക്കെ നന്നായി ബേക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുക്കാനായിട്ട് മാറ്റി വെക്കുമ്പോൾ ഒരു വൃത്തിയുള്ള കോട്ടൺ ടവൽ വെച്ച് വേണം മൂടി വയ്ക്കാൻ.
അങ്ങനെ കേക്കൊക്കെ നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിനെ 3ആയിട്ട് ലെയർ ചെയ്തെടുക്കാം. ഇത് നല്ല സ്പോഞ്ചി കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഞാനിവിടെ 3 ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് തുടങ്ങാം. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ക്രീം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് പോയി കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓറിയോ കേക്ക് അല്ലേ, അതുകൊണ്ട് കേക്കിൻ്റെ ഫില്ലിങ്സിനായിട്ട് ഒരു 6 ഓറിയോ ബിസ്ക്കറ്റ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം ഫില്ലിങ്സിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഓറിയോ ബിസ്ക്കറ്റിന്റെ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 4 സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം ഓറിയോ ബിസ്ക്കറ്റിന്റെ നല്ല ടേസ്റ്റും ഫ്ലേവറും ഈ ക്രീമിനുണ്ടോ എന്ന്. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റ് പൗഡറും ക്രീമും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീമിൽ കുറച്ചുകൂടി ബിസ്ക്കറ്റിന്റെ ഫ്ലേവറും ടേസ്റ്റും വന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ബാക്കി പൗഡർ കൂടി ക്രീമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കേക്കിന്റെ ഫില്ലിങ്സിനായിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാനൊരു 5-6 ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കേക്കിന്റെ ലെയറിൽ ഇടാനായിട്ട് നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 10 ഇഞ്ചിന്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് നടുവിലായിട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചെടുക്കാം. എന്നിട്ട് അതിനെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പൊടിച്ച ഓറിയോ ബിസ്ക്കറ്റ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ലെയറിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്രീം കേക്കിന്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ലെയറിലായിട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ എല്ലാവരും ലെയറിൽ ഇനി ചോക്ലേറ്റ് ഗനാഷ് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ചോക്ലേറ്റ് ഗനാഷ് കൂടി ഇതിൽ ചേർത്ത് കൊടുത്താൽ ഈ കേക്ക് ഒരു ചോക്ലേറ്റ് കേക്കിന്റെ ടേസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഓറിയോന്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കില്ല. ഈ രീതിയിൽ ചെയ്താൽ കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ ഓറിയോന്റെ ഫ്ലേവർ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കും. അങ്ങനെ നമുക്ക് സെക്കൻഡ് ലെയർ കൂടി വെച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രീം ലെയറിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് കൂടി ലെയറിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ലെയർ ഷുഗർ സിറപ്പ് വെച്ച് നന്നായി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്ത് കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കേക്കൊക്കെ നന്നായി ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ കേക്കിനെ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാം. ഫൈനൽ കോട്ട് ചെയ്യാനുള്ള ക്രീമിലും ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ബിസ്ക്കറ്റ് പൊടിക്കുന്ന ടൈമിൽ ഞാൻ ബിസ്ക്കറ്റിന്റെ ഉള്ളിലുള്ള ആ ബ്രൗൺ കളർ ക്രീം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ബിസ്ക്കറ്റിന്റെ ആ ക്രീം കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമിന് ചെറിയൊരു ബ്രൗൺ കളറാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം കേക്കിന്റെ ഫൈനൽ ലുക്ക് കുറച്ച് വൈറ്റ് കളറിൽ കാണാനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് കേക്കിന്റെ മുകളിലും സൈഡിലും നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഫൈനലൈസിങ് ചെയ്തെടുക്കാം.
അങ്ങനെ ഞാൻ കേക്കിനെ ഫൈനലൈസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന്റെ താഴെ സൈഡിലായിട്ട് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ ഇടയിലെല്ലാം ഓരോരോ ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സിമ്പിൾ ഡിസൈൻ ആണ് ഞാൻ ചെയ്തത്. ഇതൊരു ബർത്ത്ഡേ കേക്ക് ആയതിനാൽ കേക്കിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് ലാസ്റ്റ് ആയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേന്റെ സ്റ്റിക്ക് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും ഓറിയോ കേക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.